ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരീഷ് വണ്ടിയൊക്കെ റെഡിയാക്കി ഒരു ചേട്ടനെ കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നീതു അതുവഴി നടന്നു വരുന്നത് കണ്ടു. നീതുവിനെ കണ്ടപ്പോഴത്തേക്ക് ഹരീഷ് ഇങ്ങനെ നോക്കി നിൽക്കട്ടോ, എന്നിട്ടൊന്നും അല്ലാത്തപോലെ അകത്തേക്ക് കയറി. അപ്പോൾ നീതു ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടക്കണ്ണൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കി ഇവരുടെ ഇതിലേക്ക് വരിക, അത് വർക്ക്ഷോപ്പിലേക്ക്. നീതു എന്നോട് വിശേഷം എന്നൊക്കെ ചോദിച്ചു ഇവർ ചന്തുവൊക്കെ. അപ്പോൾ വിശേഷം പറയാനല്ല കാണിക്കാനാണ് പോണതെന്ന് നീതു അന്നേരം പറയട്ടെ. അപ്പോൾ ഹരീഷ് ഇങ്ങനെ ഒട്ടക്കണ്ണിട്ട് നോക്കുവാണേ, ഇവിടെ കരിയോയ വല്ലതും ഉണ്ടോ എന്ന് നീതു ചോദിച്ചു. അപ്പോൾ ഉണ്ടല്ലോ, ദേ ഇരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. നീതു ആ കരിയോയിലെടുത്തു. അപ്പോൾ അതെടുത്ത് കൈ പിടിക്കും. ഇതെന്തിനാണെന്ന് ചോദിച്ചു. ചന്തു ഓടിച്ചെന്ന് വാങ്ങിച്ചു. ഇതെന്തിനാണെന്ന് ചോദിച്ചു. ചിലരുടെ തലയിൽ ഒഴിക്കാനാണെന്ന് പറഞ്ഞു. ഓഹോ, കരിയോയിലെടുത്ത് എക്സിൻ്റെ തലയിൽ ഒഴിക്കുക എന്നുള്ളതാണോ ഇപ്പോഴത്തെ സ്റ്റൈല് എന്ന് ചന്തു ചോദിക്കും കേട്ടോ. അപ്പോൾ ഓൺലൈനിൽ വന്ന ടൈപ്പിംഗ് എന്ന് കാണിക്കും, പക്ഷെ ഒരു മെസ്സേജ് പോലും വരത്തില്ല എന്നൊക്കെ നീതു ഇങ്ങനെ ഇവരോട് പറയുക. ഓ അങ്ങനെയാണോ, എന്നാൽ പിന്നെ കരിയോയിൽ ഒഴിക്കണമെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ എടാ കിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അല്ല മറുപടി കൊടുക്കാത്തതിൻ്റെ കാരണം പറഞ്ഞു ബ്രോ എന്ന് പറഞ്ഞാൽ അവർ നിൽക്കുമ്പം പിന്നെ ബൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ ആളോട് പിന്നെ ഞാൻ പിന്നെ മെസ്സേജ് അയക്കണം എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കാം. റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഇടയ്ക്ക് ബ്രേക്കപ്പ് ഒക്കെ ആവും എന്ന് വെച്ച് എന്നേക്കുമായി പിരിഞ്ഞു പോകുമെന്നാണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ നീതു ചോദിക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കവും കാര്യങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നതേ നമ്മുടെ ഹരീഷ് നീതുവിൻ്റെ ദേഹത്തേക്ക് എടുത്ത് ഒഴിക്കാനായിട്ട് നോക്കി. അപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും ഒക്കെ ആയി ആ കരിയോയിൽ അവിടെ വീണു. അപ്പോഴത്തെ നീ എനിക്ക് മെസ്സേജ് അയക്കാതെ വേറെ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചോ എന്നും ചോദിച്ചുകൊണ്ട് നീതു ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കും. അപ്പോൾ ശരിക്കും ഞാൻ നിനക്ക് അയക്കാൻ തുടങ്ങിയതാ, പിന്നെ മടി കൊണ്ട് അത് വേണ്ടാന്ന് വെച്ചതാ എന്നും പറഞ്ഞ് നിൽക്കുമ്പം എന്താ അയക്കാൻ തുടങ്ങിയതെന്ന് ചോദിച്ചു നീതു. അത് പിന്നെ എന്നും പറഞ്ഞ് ഹരീഷ് നിൽക്കുമ്പോൾ നീതു പറയെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഈ കരിയോയിലും പിടിച്ച് അവർ രണ്ടുപേരും ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അത് എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ ചന്തു എന്തോ ഒരു ചായ കുടിക്കാൻ പോയാലോ എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോയി. അപ്പോൾ കിച്ചുവും ചന്തുവും കൂടെ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹരീഷ് നീതുവിനോട് അവർ പോയോ? പോയി. പറ എന്താ അയക്കാൻ തുടങ്ങിയത്, എന്താ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി, എനിക്കത് അറിയണമെന്നും പറഞ്ഞ് നിൽക്കുമ്പം അത് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരീഷ് ഇങ്ങനെ നിന്ന് ഇങ്ങനെ വട്ടവും നീളം വലിക്കുക. എന്തായിരുന്നു അതെന്ന് ചോദിക്കും. അപ്പോൾ വണ്ടിക്കുണ്ട് ഗിയറ്, എനിക്കുണ്ട് ഫയർ, അപ്പോൾ നമ്മുടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്നേരത്തെ രണ്ടുപേരും കൂടെ ഭയങ്കര ചിരി. അങ്ങനെ രണ്ടുപേരും ഭയങ്കര ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് രാത്രിയായി. നമ്മുടെ സുധീഷ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, വായിക്കുന്നു. അപ്പോഴത്തേക്ക് നിധി അങ്ങോട്ടേക്ക് വന്നു. അവരൊക്കെ എന്ത് ചെയ്യുമെന്നും ചോദിച്ചു. അപ്പോൾ സുഭാഷേട്ടൻ തലവേദനയായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നികേഷും ഹരീഷും കൂടെ കടയിലേക്കും പോയി. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് നിധി പറയുകയും ചെയ്തു. അങ്ങനെ അതും പറഞ്ഞ് നിധി അവിടുന്ന് റൂമിലേക്ക് പോയി നിധി വീണ്ടും വന്ന് സുധീഷിൻ്റെ മുന്നിലിരുന്നു. അപ്പോൾ എന്നോടെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഗോപി പോലീസ് നിങ്ങൾക്ക് ഫോൺ ചെയ്തായിരുന്നു എന്ന് ചോദിച്ചു. അയ്യോ ഏത് ഗോപി പോലീസായിരുന്നു സുധീഷ്? നിധി ഇങ്ങനെ നോക്കും കേട്ടോ. ഗോപി പോലീസ്. അയാൾ എന്തിനാ എന്നെ വിളിച്ചൊന്നുമില്ല? എന്നെ വിളിച്ചൊന്നുമില്ല. എന്തേ? പക്ഷെ എന്നെ വിളിച്ചു. ആണോ? എന്തിനാ വിളിച്ചത്? എന്താ ഇനി വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടായോ? അതൊന്നുമല്ല. പിന്നെ അയാൾ തന്നെ രണ്ടാമത്തെ തവണയാണ് വിളിക്കുന്നതെന്ന് പറയാം. മുൻപ് നമ്മൾ ഡിവോഴ്സിന് വേണ്ടി വക്കീലിനെ കണ്ടപ്പോൾ എന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോഴേ ഡിവോഴ്സിന് മൂവ് ചെയ്യാൻ നോക്കിയതും ഉടനെ തന്നെ കോള് വന്നിരിക്കുകയാണെന്ന കാര്യം നിധി ഇങ്ങനെ സുധീഷിനോട് പറഞ്ഞു. സുധീഷ് ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അതാ നിങ്ങൾക്കും കോള് വന്നു എന്ന് ഞാൻ ചോദിച്ചെന്ന് ചോദിച്ചപ്പം എനിക്ക് വന്നിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ ഞാൻ അറിയാത്തതാണോ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് എടുത്ത് ഇങ്ങനെ ഫോണിൽ നോക്കണം. അപ്പോൾ സുധീഷ് ഇങ്ങനെ നോക്കി, ഇല്ല വന്നിട്ടില്ല, കോളൊന്നും വന്നിട്ട് എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. അല്ല വിളിച്ചിട്ട് അയാൾ എന്താ പറഞ്ഞതെന്ന് സുധീഷ് ചോദിച്ചപ്പം എന്തിനാ ഡിവോഴ്സ് ചെയ്യുന്നേ, അതൊന്നും വേണ്ടാന്നാ പറഞ്ഞതെന്ന് പറയുമ്പോൾ അങ്ങനെ അയാൾ പറഞ്ഞോ? അങ്ങനെയൊക്കെ പറഞ്ഞോ? ഒരു പോലീസുകാരൻ എന്തിനാ ഇതൊക്കെ ഫോളോ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറയുമ്പം ഈശ്വര ഇനി അതിൻ്റെ പിന്നാലെ എങ്ങനെ പോകുമോ, കുടുങ്ങുമോ എന്ന് സുധീഷ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാം. പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടന്നു എന്നുള്ളത് ശരിയായ കാര്യം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നു എന്ന് അവരന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? എനിക്കതിൽ സംശയമുണ്ട് എന്ന് നിധി പറയുമ്പം ഈശ്വര കുടുങ്ങി പെട്ടോ എന്ന് പറഞ്ഞിരിക്കുവാണ് സുധീഷ്. നമ്മൾ ഡിവോഴ്സിന് മൂവ് ചെയ്യുന്ന കാര്യം അവരെങ്ങനെയാണ് അറിയുന്നത് ഇത്ര കൃത്യമായിട്ട്? നിങ്ങളാണോ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഇനിയിപ്പം ഞാനെന്തിനാ അതൊക്കെ പറയുന്നത്? എൻ്റെ പോനെ, പിന്നെ അയാൾ എന്നെയും ചീത്ത വിളിക്കത്തില്ലേ? ആവശ്യമില്ലാത്ത കാര്യം എന്തിനാ ചെയ്യുന്നത്? എങ്ങനെ ചെയ്യും? പിന്നെ ആരായിരിക്കും അത് പറഞ്ഞത്? അതാ എനിക്കറിയാത്ത. അത് പിന്നെ അത് പക്ഷേ കോടതിയിൽ നിന്ന് ഫോൺ ചെയ്ത് അറിയിച്ചതാണെങ്കിലോ? അപ്പോൾ അങ്ങനെയൊന്നും കോടതിയിൽ നിന്നൊന്നും പറയത്തൊന്നുമില്ല. എന്നാൽ പിന്നെ വക്കീൽ അങ്ങനെ പറഞ്ഞാണ്. ആദ്യത്തെ കേസിലും അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടായത്. ഈ തവണ അത് തന്നെ ആയിരിക്കുന്നേ, കോടതിയിലും വക്കീലായിരിക്കും. ഉറപ്പാണോ? അപ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നണത്. എന്നാൽ പിന്നെ വക്കീലിനോട് തന്നെ നമുക്കത് ചോദിക്കാമെന്ന് പറഞ്ഞു. അല്ല എന്തിനാ വെറുതെ
ഈ നേരമല്ലേ വക്കീലൊക്കെ ഉറങ്ങി കാണുമെന്ന് പറഞ്ഞ് ഇങ്ങനെ സുധീഷ് നിൽക്കുമ്പോൾ വക്കീലിനെ വിളിക്കുക നിധി, പക്ഷെ കിട്ടിയില്ല. ഭാഗ്യം, തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷേ വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഫോൺ എടുത്തു. ഹലോ മാം, ഞാൻ നിധിയാന്ന് പറഞ്ഞു. ആ മനസ്സിലായി, പറ നിധി, എന്താ കാര്യം? അത് പിന്നെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരുന്നു. ആ ചോദിച്ചോളൂ, എന്തായിരുന്നു? അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ചാ ഞങ്ങളുടെ കല്യാണം നടന്നത് എന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ പറഞ്ഞിരുന്നു. മാം എങ്ങാനും ഡിവോഴ്സിൻ്റെ കാര്യം സ്റ്റേഷനിലോ മറ്റോ വിളിച്ചോ അറിയിച്ചായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നിധി. അപ്പം ഞാനോ, എന്തിനാ ഞാൻ അവരോട് ഇതൊക്കെ പറയണം? അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പൊന്നെ സുധീഷ് പേടിച്ചു. അല്ല, സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടന്നത് കൊണ്ട് അങ്ങനെയുള്ള നിയമമോ മറ്റോ? എന്താ നിധി, ആരാ ഈ വിഡ്ഢിത്തമൊക്കെ പറഞ്ഞു തന്നത്? ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവർ പഠിക്കുന്ന വിഷയത്തിൽ മിടുക്കുണ്ടാവും, പക്ഷെ ലോക വിവരം വട്ടപൂജ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മേഡം ഇങ്ങനെ നിധിയെ ഇതാക്കി സംസാരിക്കാം, ഒരിക്കലും അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞു. ശരി മേഡം എന്ന് പറഞ്ഞ് നിധി ഫോൺ അങ്ങ് കട്ട് ചെയ്ത നിധി സുധീഷിനോട്, കണ്ടില്ലേ, വക്കീൽ അങ്ങനെ പറഞ്ഞിട്ടുമില്ല, അങ്ങനെ ഒരു നിയമവും ഇല്ലയെന്ന്. എന്നാലും ആരായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് നിധി ഇരിക്കുമ്പം അതും ഞാനും ആലോചിക്കണേന്ന് പറഞ്ഞ സുധീഷ്. അല്ല, ഇനി ഗോപി പോലീസിനെ വിളിച്ച് അന്വേഷിക്കണോ? അപ്പോൾ എന്ന് വേഗം വിളിക്കാൻ പറഞ്ഞു. ഈശ്വരാ, എവിടെ സുധീഷ്, നീ പെട്ടടാ, നീ തീർന്നു, നിന്റെ ചീട്ട് കീറിയടാ. ശരി, ഞാൻ വിളിക്കാം, ഞാൻ തന്നെ നാളെ തന്നെ കണ്ടുപിടിച്ചോളാവെന്ന് പറഞ്ഞു നമ്മുടെ സുധീഷ്. ഇപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് അങ്ങ് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ നിധിക്ക് മൊത്തത്തിലൊരു ഡൗട്ട്. നിധി എന്നിട്ട് ഫോൺ എടുത്ത് ഇങ്ങനെ ആരെയോ വിളിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുക. അപ്പോൾ പെട്ടെന്ന് ഫോണ് ഗോപി സാറിനെ വിളിച്ചാലോ എന്നൊക്കെയുള്ളൊരു ചിന്ത നിധിയിലേക്ക് വന്നു. വേഗം ഫോൺ എടുത്ത് ഫോൺ വിളിക്കുവാണ് ഗോപി സാറിന്. ഹലോ സാർ, ഞാൻ നിധിയാ, ഗോപി സാറല്ലേ എന്നൊക്കെ ചോദിച്ചു. ഡിവോഴ്സ് നടത്തരുതെന്ന് പറഞ്ഞ് സാറിനെ വിളിച്ചില്ലായിരുന്നോ? അപ്പോൾ എനിക്ക് സാറിനെ ഒന്ന് കാണണമായിരുന്നു എന്ന് പറഞ്ഞു. അതെയോ, ശരി, ഞാൻ വരാം സാർ, ഓക്കെ എന്ന് പറഞ്ഞ് നമ്മുടെ നിധി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നിധി ഇങ്ങനെ അവിടെ നിന്ന് ആലോചിക്കുക. പിന്നെ നമ്മുടെ സുധീഷ് അവിടെയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കുകയാണ്. അവരെല്ലാവരും പാവിരിച്ച് ഇങ്ങനെ കിടന്നു. സുധീഷ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കേക്കൊക്കെ സെറ്റ് ചെയ്യുവാണ്. 2 കേക്കൊക്കെ കൊണ്ടുവന്ന് വെച്ച് എല്ലാം റെഡിയാക്കി മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഇങ്ങനെ വെച്ചു. എല്ലാവരും നല്ല ഉറക്കമാണല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ സമയവും നോക്കി അങ്ങനെ എല്ലാം നോക്കി എല്ലാവരും വിളിച്ചൊക്കെ എഴുന്നേൽപ്പിക്കാം. എഴുന്നേറ്റ് നേരം വെളുത്ത് എഴുന്നേക്ക് എന്നും പറഞ്ഞുകൊണ്ട് കുത്തി പൊക്കി എഴുന്നേൽപ്പിച്ചു. അങ്ങനെ എല്ലാവരും വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഹരീഷ് ആദ്യം എഴുന്നേറ്റ് പൊച്ച വെച്ചപ്പോൾ മിണ്ടരുതെന്ന് പറഞ്ഞു ഹരീഷിൻ്റെ വായൊക്കെ പൊത്തി പിടിക്കുക സുധീഷ്. എന്നതാ ഇവിടെ എന്നും ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ നികേഷ്. അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് നോക്കുമ്പോൾ കേക്ക്. ഇതെന്ത് കേക്കോ, എന്തേത്? ഇന്ന് നിധിയുടെ ബർത്ത്ഡേയാ, അപ്പോൾ നമുക്ക് കേക്ക് മുറിക്കണ്ടേ, അതിനുവേണ്ടി നിങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ചതെന്ന് സുധീഷ് പറയുമ്പോൾ ഓക്കെ സെറ്റ് എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. അല്ല, ഇതെങ്ങനെ സുധീഷേണ്ട് മനസ്സിലായി? അപ്പം എന്താടാ ഇത് ഞാൻ പ്രേമിക്കുന്ന പെണ്ണിൻ്റെ പിറന്നാളല്ലേ, എനിക്കല്ലാതെ വേറെ ആർക്കറിയാനാടാ ഇതെല്ലാം അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം അവിടെ സുധീഷ്. അപ്പോൾ പിറന്നാളായിട്ട് നമ്മളോട് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ എന്ന് നികേഷ്. എടാ, അവളായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്താ, നമുക്കായിട്ടൊരു സർപ്രൈസ് കൊടുത്തൂടെ? അപ്പോഴത്തേക്കും എന്നാൽ പിന്നെ എല്ലാവരും എഴുന്നേക്കെന്നും പറഞ്ഞ് എല്ലാത്തിനെയും കുത്തി പൊക്കി എഴുന്നേൽപ്പിച്ചു. പായൊക്കെ എടുത്ത് മാറ്റി എല്ലാവരും നല്ല റെഡി ആയിട്ട് നിൽക്കുക. അപ്പോൾ എന്തായാലും കാലൊക്കെ ഇട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഞാൻ പേടത്തി വിളിച്ചുകൊണ്ട് വരാവേ. നമ്മളോട് നികേഷ് പോകുമ്പം എവിടെ പോണ്? ഞാൻ പോയി വിളിച്ചോളാം, നീ പോയി കഴിഞ്ഞാലേ നീയാണിതൊക്കെ ചെയ്തത് എന്ന് അവൾ വിചാരിക്കത്തില്ലേ എന്ന് സുധീഷ്. ആർക്കറിയാമെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ സുഭാഷും ഹരീഷും പകുതി ഉറക്കത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇത് 2 കേക്കല്ലേ, അതെന്തിനാ? ഗുഡ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ടുള്ള കേക്ക്, അത് നിധിക്ക് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ. എങ്ങനെയുണ്ട്? സൂപ്പർ എന്ന് പറഞ്ഞ് നികേഷ് ഇങ്ങനെ നിൽക്കാം. ഹാപ്പി ബർത്ത്ഡേ നിധി. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇവരിങ്ങനെ നിൽക്കുന്നു. ഇതൊക്കെ വേണമായിരുന്നോ? അല്പനർത്ഥം കിട്ടും. എടാ, ഈ സമയത്ത് പരിഹസിക്കാതെടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് ഇങ്ങനെ അവിടെ നിൽക്കുക. വേണ്ടെങ്കിൽ വേണ്ട എന്നും പറഞ്ഞ് ഹരീഷ്. പിന്നെ അതിനകത്തുള്ള ആ ഒരു ഹാർട്ട് കണ്ടോ, അത് എൻ്റെ ലവിൻ്റെ അടയാളമാണെന്ന് ആ വെളുക്കുപ്പിടി കിട്ടുമെന്ന് നമ്മുടെ സുധീഷ്. ഇപ്പം കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക നമ്മുടെ സുഭാഷ്. സമയമായി, വേഗം വിളിച്ചിട്ട് കേക്ക് മുറിക്കുക, ഉറങ്ങണമെന്ന് ഹരീഷ്. അങ്ങനെ നമ്മുടെ സുധീഷ് വിളിക്കാൻ പോവുക. അങ്ങനെ സുധീഷ് ചെന്ന് ഡോറയിലും മുട്ടി. എന്താന്ന് ചോദിച്ചു. ഒന്ന് തുറന്ന നിധി എന്ന് പറയുമ്പോഴത്തേക്കും നിധി ഡോറ് തുറന്നു. എന്താ ഈ പാതിരാത്രിക്ക്? അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബൊക്കെ നിധിയുടെ നേരെ നീട്ടി. അപ്പോൾ നിധി അന്തം വിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. നിധി ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അതങ്ങ് കൊടുത്തു. വാ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നേ എന്ന് പറഞ്ഞ് വിളിച്ചു. പുറത്തേക്ക് ഇറങ്ങി വരാനോ? എന്തിനു? വാ. അങ്ങനെ നിധിയെ വിളിച്ചുകൊണ്ട് വരുമ്പം നിധി ഈ കേക്കൊക്കെ കണ്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടിയിരിക്കുമ്പോൾ നിൽക്കുവാണ്. നിധി ഈ കേക്കൊക്കെ കണ്ടു. ഭയങ്കര ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് എല്ലാവരും കൈ കൊടുത്തു. അപ്പോൾ ഇതൊന്ന് 2 കേക്ക് എന്ന് നിധി ചോദിച്ചപ്പം അത് പിന്നെ നിധിക്ക് വേണ്ടി ഞാൻ മേടിച്ചതാ എന്ന് നമ്മുടെ സുധീഷ് നിധിയോട് പറയാം. അപ്പോൾ നിധി ഇങ്ങനെ എന്ന് പറഞ്ഞ് നോക്കുക കേട്ടോ. എല്ലാവരും തലയൊക്കെ ചെറിഞ്ഞ് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് ഒരു സൈഡിൽ. ഈ കേക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, ആ കേക്ക് ഞാൻ നിധിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് വാങ്ങിച്ചതാണെന്ന് സുധീഷ് പറയാം.
ആ സമയത്ത് നമ്മുടെ നിധി ആ കേക്ക് കണ്ടു. അതിനകത്തൊരു ലവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ നിധി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കൊള്ളാം അല്ലേ എന്ന് ഹരീഷ്. ഇത് മുഴുവൻ നിധി ഒറ്റയ്ക്ക് കഴിച്ചോളൂ കേട്ടോ. ഇത് മുഴുവനുമോ? അതെങ്ങനെ കഴിക്കുമെന്ന് നിധി ചോദിക്കുമ്പം ഇവര് വട്ടായോ എന്ന് സുഭാഷ് ചോദിക്കാം. അല്ല അതൊക്കെ പറ്റും, ഇതൊരു ചെറിയ കേക്കല്ലേ, നിധിക്ക് പറ്റും, നിധി തന്നെ കഴിക്കട്ടെ. ചെറിയ കേക്കോ ഇതോ എന്ന് നികേഷ്. അപ്പം നിധി ഇങ്ങനെ നോക്കുവാണ്. നിധിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഏട്ടത്തിൽ കട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഫോൺ തരുമോ വീഡിയോ എടുക്കാമെന്ന് നികേഷ് വെച്ച് ഫോൺ കൊടുത്തു. അങ്ങനെ അവിടെ നമ്മുടെ നിധിയുടെ ഹാപ്പി ബർത്ത്ഡേ സോങ് ഒക്കെ പാടി അവർ കേക്കൊക്കെ മുറിക്കുന്നു. അങ്ങനെ നമ്മുടെ നിധിയുടെ ഹാപ്പി ബർത്ത്ഡേ നല്ല സൂപ്പറായിട്ട് അവരെല്ലാവരും ആഘോഷിക്കുന്നു. അങ്ങനെ കേക്ക് മുറിച്ചു. ആദ്യം അത് സുധീഷിൻ്റെ കയ്യിൽ, അതായത് ഉള്ളം കയ്യിൽ വെച്ച് കൊടുത്തു. സുധീഷ് ഒത്ത് വായിൽ വെച്ച് കൊടുക്കുമായിരിക്കും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ചിരി വന്നു. എല്ലാവരും ഇങ്ങനെ കണ്ണ് പൊത്തി ഇങ്ങനെ ചിരിക്കും കേട്ടോ. അപ്പം മിണ്ടായിരിക്കും എന്ന് പറഞ്ഞോട് നികേഷ് ഇങ്ങനെ പറയാം. അങ്ങനത്തെ എല്ലാവർക്കും കേക്ക് മുറിച്ച് നമ്മുടെ നിധി കൊടുക്കുക. സുധീഷിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ തന്നെ സുധീഷിൻ്റെ പകുതി ഗ്യാസല്ല, മുഴുവൻ ഗ്യാസും പോയി. ആ സമയത്ത് നികേഷിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കാൻ നോക്കിയപ്പോൾ മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ നികേഷിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അപ്പോൾ സുധീഷ് എന്ന് പറഞ്ഞു ഇങ്ങനെ നോക്കാം, എന്നിട്ട് കഴിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അതങ്ങനെ കയ്യിൽ കൊടുത്തു. അതിന് ശേഷം അടുത്തത് മുറിച്ചു. അതുപോലെ തന്നെ ഹരീഷിന് കൊടുത്തു, പിന്നെ സുഭാഷ് ഏട്ടന് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ എപ്പോൾ വാങ്ങി എന്ന് നിധി ചോദിച്ചപ്പോൾ ഞങ്ങൾക്കറിയത്തില്ല എന്ന് പറഞ്ഞു സുഭാഷ്. ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ അങ്ങോട്ട് പോയി ഇപ്പം വാങ്ങിയതാണെന്ന് പറഞ്ഞു. നേരത്തെ വാങ്ങിച്ച് അകത്ത് വെച്ചിരുന്നതാ, കുറച്ച് മുൻപ് പോയി എടുത്തുകൊണ്ട് വന്നതാണ് നമ്മുടെ സുധീഷ് പറയട്ടെ. അപ്പോൾ അവർക്കൊക്കെ ചിരി വന്നിട്ട് പാടില്ല. അപ്പം എന്താ ഇവിടെ എന്താടാ ഇവിടെ ഒരു ബഹളവും പാട്ടും ഒക്കെ, രാത്രി എന്താ ആർക്കും ഓർക്കൊന്നുമില്ലെന്ന് ചോദിച്ചാൽ അച്ഛൻ വന്നു. അപ്പം ഇന്നെൻ്റെ പിറന്നാളാ അച്ഛാന്ന് നിധി പറഞ്ഞു. ബർത്ത്ഡേക്ക് കേക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മേ, അപ്പോഴത്തേക്കും നമ്മുടെ എല്ലാവരും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇന്ന് പിറന്നാളായിരുന്നോ? എന്നിട്ട് മോള് പറഞ്ഞില്ലല്ലോ, എന്നൊരു പാട്ട് പാടി തരട്ടെ? ആയിക്കോട്ടെ. അപ്പോൾ വെരി നൈസ് എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അച്ഛനൊരു പാട്ട്, കുഞ്ഞുവാവയ്ക്ക് ഇന്നല്ലോ നല്ല നാള് പിറന്നാൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛൻ്റെ ഭാഗ്യം ഒരു പാട്ടും കൂടി. ഇതൊക്കെ കേട്ട് ഇവർ അന്തം വിട്ട് അച്ഛനിങ്ങനെ നോക്കി നിൽക്കുന്നു. അച്ഛൻ്റെ പാട്ട് കേട്ട് എല്ലാവരും തലയും കുത്തി കിടന്ന് ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും സന്തോഷമായിട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ. അവിടെ സുധീഷിൻ്റെ അടുത്ത പാരയാണ് മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ നിധിയും ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സീ യു, ടേക്ക് കെയർ, ബൈ ബൈ.